കവിയും ചിന്തകനുമൊക്കെ ആയിരുന്ന വിജയപുരം രൂപതയുടെ മുൻ ബിഷപ്പും വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായിരുന്ന കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവ് മിക്കവാറും വൈദികരെയും മറ്റുള്ളവരെയും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. സന്തോഷമാണോ? ഞാൻ ഡൽഹിയിലും ജാർഖണ്ഡിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതിനിടയ്ക്ക് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ പിതാവിനെ കാണാൻ പോകും. അപ്പോൾ പിതാവ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. അച്ഛന് സന്തോഷമാണോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ ജോലി ചെയ്താലും, ഏത് ശുശ്രൂഷയിലായാലും, ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ആത്യന്തികമായി നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. പ്രതിസന്ധികളുണ്ടാകാം, സഹനങ്ങൾ പലതും കടന്നു വന്നേക്കാം. എങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ ആർക്കും എടുത്തു കളയാനാവാത്ത സന്തോഷം, സംതൃപ്തി നമ്മുടെ സ്വന്തമായിട്ടുണ്ടാകണം. ചരിത്രത്തിൽ ഏറ്റവും പ്രബലനായ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം 1769 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ജനിച്ചത്. 51 വയസ്സായപ്പോൾ 1821 മെയ് 5-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. പ്രബലനായ ചക്രവർത്തി, അധികാരമുണ്ട്, പ്രശസ്തനാണ്, എല്ലാവിധത്തിലുള്ള പ്രതാപവും പ്രൗഢിയുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞെന്ന് പറയപ്പെടുന്ന അപ്രസിദ്ധമായ വാക്യം, ഇംഗ്ലീഷിൽ പലിൻഡ്രോം എന്ന് പറയുന്ന ഒരു വാക്യത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും അന്ത്യം മുതൽ തിരികെ ആദ്യം വരെയും ഒരേപോലെ തന്നെ വായിക്കാവുന്ന ഒരു വാക്യം, പലിൻഡ്രോം, അദ്ദേഹം പറഞ്ഞത്, ഏബിൾ വാസ് ഐ എയർ ഐ സോ എൽബ. എൽബ ദ്വീപ് കാണുന്നതുവരെ ഞാൻ പ്രബലനായിരുന്നു, ശക്തനായിരുന്നു, കരുത്തനായിരുന്നു. ഏബിൾ വാസ് ഐ എയർ ഐ സോ എൽബ. പിന്നീട് അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തിൽ 1815-ാം ആണ്ടിൽ നിഷ്കാസിതനാകുകയും സാമ്രാജ്യവും അധികാരവും എല്ലാം നഷ്ടപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള സെയിൻറ്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഒരു 7 ദിവസം പോലും സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു ചക്രവർത്തിയായിരുന്നു, പ്രതാപവും പ്രശസ്തിയും അധികാരവും എല്ലാം ഉണ്ടായിരുന്നു, പ്രൗഢിയോടുകൂടെ രാജ്യം ഭരിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹമാണ് പറഞ്ഞത്, ഒരാഴ്ച പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിരുന്നില്ല. യാഥാർത്ഥ്യമായി പറയുകയാണെങ്കിൽ എല്ലാവരും ചിന്തിച്ചേക്കാം, ഇത്ര പ്രബലനായ ഒരു ചക്രവർത്തി സന്തോഷവാനായിരിക്കുമെന്ന്. എന്നാൽ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ആത്മ അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞ ഒരു കുമ്പസാരമായിരുന്നു, ഞാൻ 7 ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്ന്. ഹെലൻ കെല്ലറിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവർ 1880 ജൂൺ മാസം 27-ാം തീയതി അമേരിക്കയിലെ അലബാമയിലാണ് ജനിച്ചത്. വെറും 19 മാസം പ്രായമുള്ള ശിശുവായിരിക്കുമ്പോഴാണ് ഹെലൻ കെല്ലറിന് മെനഞ്ചൈറ്റിസ് പോലുള്ള ഒരു പനി രോഗം ബാധിച്ച് 2 കണ്ണുകളും അന്ധമായി, ചെവി കേൾക്കാത്ത വിധത്തിലായി.
അങ്ങനെ ബധിരയും മൂകയുമായി അന്ധയുമായി അവൾ വളർന്നു. പക്ഷേ അവൾ ആ ജീവിതത്തിൻ്റെ വൈകല്യങ്ങളുടെ മുൻപിൽ തകർന്നില്ല. ജീവിതം ഒരിക്കലും നിരാശയിലേക്ക് നയിപ്പിച്ചില്ല. ആൻ സല്ലിവൻ എന്ന ഒരു ടീച്ചറിനെ ട്രെയിനിങ്ങിനായി ലഭിച്ചു. ആ ടീച്ചർ അങ്ങനെ ബധിരയും അന്ധയുമായിരുന്ന ഹെലൻ കെല്ലറിന് പല വിധത്തിലും ഭാഷ ഉപയോഗിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള പരിശീലനം കൊടുക്കുവാൻ തുടങ്ങി. ചാമ്പൊയ്പ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഈ ഹെലൻ കെല്ലറിൻ്റെ കയ്യിലേക്ക് ഒഴിക്കുവാൻ അനുവദിക്കും. എന്നിട്ട് ആ വാട്ടർ വെള്ളം എന്ന രൂപത്തിൽ ആംഗ്യം കാണിച്ച് ഹെലനെ പഠിപ്പിക്കും. അങ്ങനെ ഓരോ വാക്കും ആൻ സല്ലിവൻ ഈ കുഞ്ഞിനെ അന്ധയും ബധിരയുമായി തീർന്ന ഹെലൻ കെല്ലറിനെ പഠിപ്പിച്ചെടുത്തു. അങ്ങനെ സാവധാനം തൻ്റെ ജീവിതത്തിലെ വൈകല്യങ്ങൾ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദധാരിണിയായത്. ചരിത്രത്തിൽ ബധിരയും അന്ധയുമായി തീർന്ന ഒരു വ്യക്തി ഒരു ബിരുദധാരിണിയാകുന്നത് ആദ്യമായിട്ടാണ്. അവൾ പിന്നീട് 12 പുസ്തകങ്ങൾ എഴുതി. അതിലേറ്റവും പ്രസിദ്ധമായ പുസ്തകം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് നാടകമായി ലോകത്തിൽ പല വേദികളിലും അവതരിപ്പിക്കപ്പെട്ടു, സിനിമയായി. ഈ ഹെലൻ കെല്ലർ ഇത്രയും വൈകല്യങ്ങളിലൂടെ ജീവിച്ചു, വൈഷമ്യങ്ങളിലൂടെ കഴിയേണ്ടി വന്നു. പക്ഷേ അവൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവതിയാണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിലും സന്തോഷവതിയാണെന്നാണ് ഹെലൻ കെല്ലർ പറഞ്ഞത്. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാനാകുന്നത്? സ്വത്തും പ്രതാപവും പ്രൗഢിയും ഒന്നുമല്ല. ആരോഗ്യവും മറ്റെല്ലാ സൗഭാഗ്യവും ജീവിതത്തിലുണ്ടെങ്കിലും ആനന്ദം അനുഭവിക്കാൻ എനിക്ക് എങ്ങനെയാകും എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ആ ബുക്കർ പ്രൈസ് ലഭിച്ച നോവലിന് ശേഷം 20 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ പ്രസാധനം ചെയ്ത പുതിയ നോവലാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മന്ത്രാലയം എന്ന് വേണമെങ്കിൽ അത് പരിഭാഷപ്പെടുത്താം. അതിലെ ഇതിവൃത്തം ഇതാണ്: അഞ്ജും എന്ന ഒരു ട്രാൻസ്ജെൻഡർ ഡൽഹിയിലെ ഒരു ശ്മശാനത്തിലാണ് താമസം. അവൾ അങ്ങനെ ഈ മരണത്തിൻ്റേതായ പശ്ചാത്തലത്തിൽ ജീവിച്ച് ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകുന്നു. ഗുജറാത്തിൽ ചെല്ലുമ്പോൾ അവിടെ സാമുദായിക ലഹള, മതങ്ങൾ തമ്മിലുള്ള തമ്മിൽ തല്ലും പോരിലും ഉള്ള സാഹചര്യം. അതിൻ്റെ 44-ാം പേജിൽ എഴുതുക, എ റെയിൽവേ കോച്ച് ഹാഡ് ബീൻ സെറ്റ് ഓൺ ഫയർ by what the newspapers first called miscreants. ഒരു റെയിൽവേയുടെ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ തന്നെ തീയിട്ട അവസരത്തിൽ 60 ഹിന്ദു പിൽഗ്രിംസ് were burnt alive. 60 ഹിന്ദു തീർത്ഥാടകർ ജീവനോടുകൂടെ കത്തിച്ച കാര്യം. അങ്ങനെ അതെല്ലാം വിവരിച്ച് ഈ ഗുജറാത്തിലെ കലാപങ്ങളെപ്പറ്റിയും പിന്നീട് കാശ്മീരിലെ വിഭജനത്തെപ്പറ്റിയും അവിടെയുള്ള അങ്ങനെ സമൂഹത്തിലുള്ള ഭാരതത്തിൽ നിലകൊള്ളുന്ന നിഴലുകളും അന്ധകാരവും ഇരുളുമൊക്കെ വിവരിക്കുകയാണ് ഈ നോവലിൽ. പക്ഷേ അതിൻ്റെ പിന്നിലും ഈ നോവലിസ്റ്റ് അരുന്ധതി റോയ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇരുളിനും അന്ധകാരത്തിനുമെല്ലാം പിന്നിലും ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കാനാകുമോ? നോവൽ ഉപസംഹരിക്കുന്ന ഭാഗത്ത് വിവരിക്കുന്ന ഇതാണ്: ബട്ട് ഈവൻ ഹി ന്യൂ ദാറ്റ് തിങ്സ് വുഡ് ടേൺ ഔട്ട് ഓൾ റൈറ്റ് ഇൻ ദി എൻഡ്. ദേ വുഡ്,
ബിക്കോസ് ദേ ഹാഡ് ടു. അവസാനം ആത്യന്തികമായി എല്ലാം നന്മയിലേക്ക് പിന്തിരിയും, എല്ലാം ശുഭമായി പര്യവസാനിക്കും. ദേ വുഡ്, അങ്ങനെ ആയിത്തീരും. ബിക്കോസ് ദേ ഹാഡ് ടു, അങ്ങനെ ആയിത്തീരേണ്ടത് തന്നെയാണ്. അതാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഇരുളുമൊക്കെ നിറഞ്ഞു വന്നാലും ജീവിതത്തിൽ ആത്യന്തികമായി ഈ ഒരു പ്രകാശം അനുഭവിക്കാനാകണം. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിഞ്ഞിരുന്ന ഒരു ഭവനത്തിൽ ഉന്നതത്തിൽ നിന്ന് ഉദയരശ്മി കടന്നു വരികയും അങ്ങനെ പുതിയ ഒരു അനുഭവത്തിലേക്ക് ആ ഭവനം കടന്നു പോകുന്നതുമായ വിവരണം നൽകിക്കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങൾ അത്ര ആശാവഹമായ ഒരു വിവരണമല്ല നൽകുന്നത്. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയുമായിരുന്നു. അങ്ങനെ ഇരുളിൻ്റെ അനുഭവം പേറിയിരുന്ന ഒരു കുടുംബം. പക്ഷെ ആ കുടുംബത്തിലേക്കാണ് പിന്നീട് സക്കറിയാസ് തന്നെ എടുത്ത് വാഴ്ത്തുന്നത് പോലെ ഉയരത്തിൽ നിന്ന് ഉദയരശ്മി കടന്നു വരുന്നത്. മരണത്തിൻ്റെ നിഴലിലും ഇരുളിലും ഇരിക്കുന്നവർക്ക് പ്രകാശം അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ അവരെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് അവരുടെ പാദങ്ങൾ നയിക്കപ്പെടുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ടുകൂടെയാണ്. അങ്ങനെ മനുഷ്യരിൽ നിന്നുള്ള അപമാനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് എലിസബത്ത് വിവരിക്കുക. തനിക്ക് ഒരു പുത്രനെ ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഗർഭവതിയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ മറിയം കടന്നു വരുമ്പോൾ ആ മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുന്നു. ഒരു ഗർഭവതിയായ സ്ത്രീക്ക് ഏറ്റവും ഹൃദ്യമായ അനുഭവമാണത്. ആ ഗർഭസ്ഥ ശിശു കുതിച്ചു ചാടുമ്പോൾ, അനങ്ങുമ്പോൾ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാണ് സുവിശേഷം വ്യക്തമാക്കുക. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ ആനന്ദം അനുഭവിക്കാനാകുന്നു. യഥാർത്ഥ ആനന്ദം മനുഷ്യ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, ഒരു ഭവനത്തിലേക്ക് കടന്നു വരിക, അവിടെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്. തുടർന്നുള്ള ഭാഗത്ത് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലും നാം വായിച്ചു കേൾക്കുന്നത് ഇതാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അങ്ങനെ മറിയം തൻ്റെ ജീവിതത്തിൽ ഈ ആനന്ദത്തിൻ്റെ അനുഭവം അനുഭവിക്കാനാകുന്നത്, ആസ്വദിക്കാനാകുന്നത് തൻ്റെ ജീവിതമെന്നും ആ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് തിരിച്ചുവിടുന്നത് കൊണ്ടാണ്. അപ്രകാരം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് കാൽവരിയിലെ കുരിശിൽ തൻ്റെ അരുമ മകൻ പിടഞ്ഞു മരിക്കുമ്പോഴും ദുഃഖമുണ്ട്, നൊമ്പരമുണ്ട്, കണ്ണുനീർ ധാരധാരയായി കവിളിണയിലൂടെ ഒഴുകുന്നുണ്ടെങ്കിലും പ്രത്യാശ കൈവിടാതെ ആ ഒരു അമ്മയ്ക്ക് നിൽക്കാനാകുക, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനാകുക. ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ഏത് പ്രതികൂല സാഹചര്യം കടന്നു വന്നാലും ആനന്ദത്തിൻ്റെ അനുഭവം അസ്തമിക്കാതെ നിലനിൽക്കുക. ആ സന്തോഷത്തിൻ്റെ കിരണം
കെടാതെ അനുഭവിക്കാനാകുക. അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ എല്ലാത്തിനും ഉപരിയായി ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുക എന്നതാണ്. തൻ്റെ ജീവിതത്തിലുള്ള സമസ്തവും ആ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ജീവിക്കുക. അതുകൊണ്ടാണ് 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുക, നിങ്ങളുടെ പ്രാർത്ഥന വഴിയും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താലും ഇത് എനിക്ക് മോചനത്തിനായി പരിണമിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ എനിക്ക് ഒന്നിനെപ്പറ്റിയും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ആണ്. അതാണ് വിശുദ്ധ അപ്പോസ്തലൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും, നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ, സഹനങ്ങളുണ്ടാകുമ്പോൾ, കാരാഗൃഹവാസത്തിലാകുമ്പോൾ പ്രത്യാശയും സന്തോഷവും ആഴത്തിൽ അനുഭവിക്കാനാകുന്നു. മൂന്നാമതായി, തൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ നന്മയ്ക്ക്, അവരുടെ ഉപരി മേന്മയ്ക്ക് വേണ്ടി സമർപ്പിതമാകുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകി ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ആനന്ദം അനുഭവിക്കാനാകും. അപ്പോസ്തലൻ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22ഉം 23ഉം വാക്യങ്ങളിൽ പറയുക, തിമോത്തിയോസിൻ്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്ന പോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. അങ്ങനെ മറ്റുള്ളവരെ പറ്റി നന്മ പറയുക, മറ്റുള്ളവരോട് കരുതലുള്ള ഒരു ജീവിതമാകുമ്പോൾ ജീവിതത്തിലെന്നും ആനന്ദവും ആശ്വാസവും കണ്ടെത്താനാകും. മാത്രമല്ല, അപ്പോസ്തലനിൽ നാം കാണുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനാകുക. ഒന്നിനോടും പരാതിയില്ല, ഒന്നിനോടും ആകുലതയില്ല, ഒന്നും കുറവില്ലാത്ത ഒരു ജീവിതം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ നാം കാണുന്നു. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എന്നും ഒരു സംതൃപ്തി ഉണ്ടാകുക. ഏതു സാഹചര്യത്തിലും ആ സംതൃപ്തിയുള്ള വ്യക്തികൾക്ക് എല്ലാ അവസ്ഥയിലും, കുറവുണ്ടാകുമ്പോഴും, ഭക്ഷണമില്ലെങ്കിലും, രോഗാവസ്ഥയിലാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കാനാകും. എല്ലാറ്റിലും ഒരു സംതൃപ്തി കണ്ടെത്താനാകുക. ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടുകൂടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുക. കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നാം ഇത് കാണുന്നുണ്ട്. 2-ാം കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എത്രമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. 11-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. അങ്ങനെ നിരന്തരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അപ്പോസ്തലൻ സംതൃപ്തനാണ്. തൻ്റെ ഹൃദയത്തിലെ സന്തോഷത്തിൻ്റെ ആ അനുഭവം അസ്തമിക്കുന്നില്ല. അതുകൊണ്ടാണ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുക, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടുകൂടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ഞെരുക്കങ്ങളിലും ആക്ഷേപങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ
ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ നൽകുന്ന ആ സംതൃപ്തി, ആ സൗഭാഗ്യം ജീവിതത്തിൽ കണ്ടെത്താനാകുക. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് മാതൃകയായി, നമുക്കേവർക്കും അനുകരണത്തിന് സാധ്യതയുള്ള ഒരു മേഖലയായി പറഞ്ഞു തരുന്ന ഇതാണ്: എപ്പോഴും ഹൃദയത്തിൽ കണ്ടെത്തേണ്ട ആ സംതൃപ്തി. എല്ലാ സാഹചര്യങ്ങളിലും, ഏതൊരവസ്ഥയിലും സംതൃപ്തിയാകുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അബുദാബിയിൽ സന്ദർശനം നടത്തിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ ആ രാജ്യത്ത് സന്ദർശിച്ചപ്പോൾ അന്ന് തിങ്ങി നിറഞ്ഞിരുന്ന ആ സെയ്ദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ വിശുദ്ധ ബലിയുടെ അവസരത്തിൽ പറഞ്ഞ കാര്യവും ഈ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. 2019 ഫെബ്രുവരി മാസം 5-ാം തീയതി നടത്തിയ ആ വിശുദ്ധ ബലിയുടെ അവസരത്തിലുള്ള പ്രസംഗത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ബ്ലെസ്സഡ്, ദിസ് ഈസ് ദ വേർഡ് വിത്ത് വിച്ച് ജീസസ് ബിഗിൻസ് ഹിസ് പ്രീച്ചിങ്. യേശു തൻ്റെ പ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുക, അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ. ഈ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഒരു സംഗീതം നൊട്ടേഷൻ എഴുതുന്നതും അതേപോലെ തന്നെ സംഗീതം ആലപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. യേശുവിൻ്റെ വചനം ഇങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലുള്ളതും ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒരു സംഗീതം പോലെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ ആ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാകണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങിലാശ്രയിക്കുന്ന ജീവിതങ്ങൾക്ക്, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും അവസരങ്ങളിലും പ്രത്യാശയോടുകൂടെ ജീവിക്കാനാകുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായ അനുഭവം അതാണ്. കാൽവരിയിലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ പ്രത്യാശയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയം നിലനിൽക്കുക അങ്ങയുടെ വിശുദ്ധ ഹിതം നിറവേറ്റിയത് കൊണ്ടാണ്. പിതാവേ, ഞങ്ങളുടെയും ജീവിതത്തിൽ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഇടയാക്കണമേ. ഉന്നതത്തിൽ നിന്ന് ഉഷസ് സന്ദർശിച്ച സക്കറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും ഭവനത്തിൽ ഉണ്ടായ അനുഭവം പോലെ തന്നെ ഞങ്ങളുടെയും ഹൃദയത്തിലേക്ക് ആ ഉഷസ്സിൻ്റെ കിരണങ്ങൾ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ആകുവാൻ ഇടയാക്കണമേ. സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് ഉദ്ഘോഷിച്ച, സഹനനാളിലും അപ്രകാരം പറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ ഞങ്ങളുടെയും ജീവിതം അങ്ങിൽ സമർപ്പിച്ചുകൊണ്ട്, അങ്ങ് നൽകുന്ന ആ മഹത്വത്തിൽ ജീവിച്ചുകൊണ്ട് ഉത്തമമായ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കണമേ. സുവിശേഷത്തിൻ്റെ ആനന്ദം ഞങ്ങളിലും പകരണമേ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെന്നും സന്തോഷമായിരിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. സഹനത്തിൻ്റെ നാളുകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കാനാകും. വലിയ ചക്രവർത്തിമാരെ പോലെ പ്രതാപവും പ്രൗഢിയും പ്രശസ്തിയുമുണ്ടെങ്കിലും സന്തോഷം അനുഭവിക്കണമെന്നില്ല. ഹെലൻ കെല്ലറിനെ പോലെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ വെല്ലുവിളിയായി നാം സ്വീകരിക്കുമ്പോൾ ആ വെല്ലുവിളികളെ അപ്പുറത്ത് പ്രത്യാശയോടുകൂടി ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്നും ഒരു സംഗീതമായി സന്തോഷത്തിൽ ജീവിക്കാനാകുക. അപ്രകാരം ജീവിതത്തിലെന്നും സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം നമ്മോട് തന്നെ ചോദിക്കണം, എനിക്ക് സന്തോഷം അനുഭവിക്കാനാകുന്നുണ്ടോ? ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്നും സന്തോഷം പകർന്നു നൽകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.